ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇതാ മീൻകറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ കപ്പലോടൂല്ലേ? അതെ, ചില റെസ്റ്റോറൻറ്റിലെല്ലാം നമുക്ക് കിട്ടൂല അധികം എരിവൊന്നുമില്ലാത്ത കുറുകിയ ചാറോട് കൂടിയ മീൻകറി. ആ കുട്ടികൾക്ക് പോലും കഴിക്കുക കേട്ടോ. ഇത് ഞാൻ അധികം എരിവില്ലാണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടി ഇതാ വലിയൊരു മീൻ കിട്ടിയിട്ടുണ്ട്. കേരാന്നോ ചൂരാന്നോ ഒക്കെ പറയും ഇവിടെ. എന്താണ് ശരിക്കും നിങ്ങൾ പറയാന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെല്ലാം മുറിച്ച് അതിൻ്റെ തലഭാഗമെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്. അതിൻ്റെ ഇണറാണത് കേട്ടോ. ഇവിടെ ഇണറ് എന്നാണ് പറയുക. മീനിൻ്റെ മുട്ടയാണ് അത്. നമുക്ക് കറിയിലിടാം. പിന്നെ ഇതിൻ്റെ കരളെല്ലാം ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഈ ഇണറും മീനിൻ്റെ കഷ്ണം മാത്രം, തലയും കരളും എല്ലാം കൂടെ നമുക്കിതാ 2 ആൾക്കാർ കാവലുണ്ട് പുറത്ത് കേട്ടോ. ഞാൻ ഈ മീൻ മുറിക്കുമ്പോൾ അന്നേരം മുതൽ അവിടെ പുറത്ത് കാവല ഇതാ കണ്ടോ കിടക്കുന്നത്. കിറ്റിയും അതിൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഇവർക്ക് കൊടുക്കാതെ പിന്നെ ഞാനിതാ പുറത്ത് ചട്ടിയായിട്ട് വരുമ്പോൾ ഇവരെൻ്റെ മുന്നിൽ നടക്കുക. പിന്നെ ഒരു കാര്യം ഉണ്ടിട്ട്, ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണേ, പൂച്ച നമ്മളെ കാലിലൊക്കെ മാന്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് ആ പുറത്തവിടെ മുട്ടിക്കൊടുത്തു. ഇവർ 2 ആളും ഓരോരോ കഷ്ണം കടിച്ച് പോവും. ഇനി നമുക്ക് മീൻ ഇതിൻ്റെ തോലെല്ലാം പൊളിക്കണം കേട്ടോ. ഞാൻ കുറച്ച് പൊളിച്ച് വെച്ചത്. അപ്പം ഞാൻ വിചാരിച്ചത് പൂച്ചയ്ക്ക് എന്നാൽ കൊടുക്കാനുള്ള കൊടുത്തേക്കട്ടെ, എന്നാൽ പിന്നെ അത് തിന്നോളുമല്ലോ. അപ്പോൾ ബാക്കി തോലും കൂടി ഞാൻ നല്ലോണം പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് തോല് പൊളിച്ചാൽ നല്ല ടേസ്റ്റ് ആക്കി കേട്ടോ എന്നിട്ട് ഒന്ന് കഴുകിയെടുത്ത് കഷ്ണങ്ങളാക്കി മുറിച്ചു കേട്ടോ. ഇനി ഈ കഷ്ണങ്ങളൊന്നും കൂടി കഴുകിയെടുക്കണേ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സാധനം എന്താ അറിയോ? സാധാരണ പുളിയല്ല കേട്ടോ, കുടംപുളി. കുടംപുളി ഇവിടെ തന്നെ ഉണ്ട് കുടംപുളി. അപ്പം ഞാൻ എല്ലാ കറിയിലും അത് തന്നെയാണ് ഇടുക. അപ്പോൾ ഉണക്കി വെച്ചെന്ന് 2-3 എണ്ണം എടുത്ത് കഴുകി ഒരു പാത്രത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം വേണ്ടേ. പിന്നെ 1 സവാളയും 2 ചെറിയ തക്കാളിയും കുനുകുന അരിഞ്ഞ് മിക്സിയിൽ അടിച്ച് പേസ്റ്റ് എടുക്കണം. അടുത്തു വെച്ചു. പിന്നെ 2 പച്ചമുളക് ചീന്തി വെച്ചതും 5-6 ചെറിയുള്ളി 1 കഷ്ണം ഇഞ്ചിയും കുനുകുന അരിഞ്ഞ് വെച്ചത്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓരോരുത്തർ ഇഷ്ടം കുറവ് വേണ്ടവർ കുറച്ച് ഒഴിക്കാം. ഇതെല്ലാ സാധനങ്ങളും നമ്മൾ കയ്യെത്തണ ദൂരെ തന്നെ നിരത്തി വെക്കണം കേട്ടോ. എന്നാലേ പെട്ടെന്ന് വേണ്ടപ്പോൾ ഒക്കെ എടുത്തിടാനാവുള്ളൂ. കുടംപുളി അവിടെ തിളയ്ക്കുന്നുണ്ട്, ഊറ്റി വെക്കണം. ഇപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ പോലെ കടുക് ഞാൻ ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കണ്ടേ. അതൊന്ന് ചെറുങ്ങനെ ഇതായി വരുമ്പോൾ നമുക്കതിലേക്ക് എന്ത് ചെയ്യണം? വെളുത്തുള്ളി ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചേ, ആ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അത് ചെറുങ്ങനെ മൂത്ത് വരട്ടെ. അപ്പോൾ ആ പച്ചമുളക് കീറി വെച്ച 2 പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടി ഒന്ന് മൂക്കട്ടെ. ഇപ്പം എല്ലാം മൂത്ത്. അപ്പോൾ അത് എല്ലാം ഒന്ന് കരക്ക് കയറ്റി വെക്കുക. ഒരു സൈഡാക്കി വെച്ചിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ പോലെ ഉലുവയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇടണം. ഇത് 2 ഇട്ടാൽ മീൻകറീൻ്റെ ടേസ്റ്റ് എൻ്റെ മക്കളെ ഭയങ്കര ടേസ്റ്റാണ്. നല്ല സ്മെല്ല് മീൻകറിക്ക് കൊടുക്കുന്നത് ഇവർ 2 ആളുമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ, ഉലുവയും പെരിഞ്ചീരകവും കൂടെ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ വേണം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ വെളുത്ത കുരുമുളക് പൊടി, അതായത് വൈറ്റ് പെപ്പർ പൗഡർ. ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കണം. അല്ലെങ്കിൽ പൊടികൾ നേരിട്ടിട്ടാൽ പെട്ടെന്ന് അങ്ങ് ചൂടായി കറുത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ പ്ലേറ്റും കൂടി ഒന്ന് കഴുകി എല്ലാം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മസാലകളുടെ പച്ചക്കുത്തൊന്ന് പോകട്ടെ. എന്നിട്ട് നമ്മളപ്പോഴത്തേക്ക് തിളപ്പിച്ച് വെച്ച പുളീൻ്റെ വെള്ളം ഉണ്ടല്ലോ, നമ്മളെ കുടംപുളീൻ്റെ വെള്ളം, അതൊഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ടിതാ നമ്മൾ അരച്ച് വെച്ച നമ്മളെ തക്കാളി ഉള്ളീൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇതെല്ലാം കൂടി അങ്ങ് ചെല്ലുമ്പോൾ ഇപ്പം തന്നെ നല്ല സ്മെല്ലാട്ടോ കറിക്ക്. എന്നിട്ട് ആ മിക്സീൻ്റെ ജാറ് കഴുകി ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, നല്ല ഇതില്ല. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെ പാകത്തിന് ഉപ്പ് ഇട്ടോളൂ, അധികം ഒന്നും ഇടണ്ട. നല്ലോണം തിളച്ച് വരണം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ചിട്ടൊന്ന് മസാലേൻ്റെ കുത്തൊക്കെ പോകണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യുക കേട്ടോ. ഓരോരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക.
ഇപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ, മറന്നു പോകരുത്. അവസാനമാകുമ്പോൾ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ടാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില നമുക്ക് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുക. കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ മൂടി വെച്ച് അത് കഴിഞ്ഞ് എടുത്തിട്ട് കൈ കൊണ്ട് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കട്ടെ. അധികം കയ്യിലിട്ട് കുത്തി കലക്കണ്ട, മീൻ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകണ്ട. പിന്നെ ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുങ്ങനെ മൂടി വെച്ച് അതിൻ്റെ മണം പോവാണ്ടൊക്കെ. എന്നിട്ടിതാ എല്ലാം വെന്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയ്യോ, അപ്പോൾ മീനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ്. കഷ്ണങ്ങളൊക്കെ നോക്ക് നിങ്ങൾ, ഒന്നും ഉടഞ്ഞിട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളധികം കയ്യിലിട്ട് കുത്തി കലക്കിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഈ മീൻ കഷ്ണം അധികമൊന്നും ഉടഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഇത് കുറച്ച് നല്ല ഫ്രഷ് മീനാട്ടോ. അതുകൊണ്ടാണ്. കേടുവന്ന മീനാണെങ്കിൽ ചിലപ്പം പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിനും സപ്പോർട്ട് ചെയ്തതിനും താങ്ക് യു.